മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ കറിവേപ്പിന് വളമിട്ടിരുന്നു. അതായത് അന്നേരം ഇതിന് ഇലകളൊന്നുമില്ലായിരുന്നു. പല വിധത്തിലുള്ള രോഗകീടബാധകളൊക്കെ ബാധിച്ച് ഇരുന്ന ഒരു കറിവേപ്പ്. ഈ കറിവേപ്പിന് ഞാൻ ഒരു വളം നൽകിയപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് നല്ല രീതിയിൽ തഴച്ച് വളർന്നിട്ടുണ്ട്. അത്ഭുത വളങ്ങളൊന്നുമല്ല ഞാനിട്ടത്, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വളമാണിട്ടത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഇപ്പോൾ ഒരു മാസമായുള്ളൂ. ഒരു മാസമായപ്പോൾ തന്നെ ഈ രീതിയിലായി. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു വളം കൂടി ഞാൻ ചെയ്യുകയാണ്. അതെന്താണെന്നും ഒക്കെയാണ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ കറിവേപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സുഗന്ധ വ്യഞ്ജനമാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, ഇത് നല്ല ഒരു ഔഷധ ഗുണങ്ങളടങ്ങിയ ഒരു ഇല കൂടിയാണ്. കറിവേപ്പിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുമ്പോൾ അതിന് സ്വാദ് കൂട്ടുന്നു, ഒപ്പം അതിന് സുഗന്ധം ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ഉദരരോഗങ്ങളെ ശമിപ്പിക്കാൻ ഈ കറിവേപ്പിലയ്ക്ക് സാധിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ കറിവേപ്പില കടു പൊട്ടിക്കുന്ന ഇട്ടിട്ട് കറികളിൽ ചേർക്കും, നമ്മളതങ്ങ് എടുത്ത് കളയുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ഇതിൻ്റെ ആ സത്ത് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നില്ല എന്നൊരു സത്യം തന്നെയാണ്. അതിന് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ, ഈ കറിവേപ്പിലയുടെ ഈ ഒന്നോ രണ്ടോ ഇതുപോലെയുള്ള ഇതളെടുക്കുക. ഇതിലെടുത്തതിന് ശേഷം ഇത് ഊരി ഇട്ടിട്ട് തൈരിനകത്ത് അരച്ച് ചേർക്കുക, അല്ലെങ്കിൽ മോരിനകത്ത് നമ്മൾ അരച്ച് ചേർക്കുക. പച്ചയ്ക്ക് അരച്ച് ചേർത്തിട്ട് ഒന്നുള്ള ഉപ്പുമൊക്കെ ഇട്ട് നമുക്കിത് കുടിക്കാമെങ്കിൽ പൂർണ്ണമായിട്ടും ഇത് നമ്മുടെ ഉള്ളിൽ ചെല്ലും. അങ്ങനെ ഇതിലടങ്ങിയിരിക്കുന്ന ഔഷധഗുണങ്ങൾ നമുക്ക് ലഭ്യമാകും. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഔഷധഗുണങ്ങൾ നമുക്ക് ലഭ്യമാകത്തില്ല. പിന്നെ അതുപോലെ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നു ഇത് അരച്ച് ചേർക്കുക. അതുപോലെ തന്നെ മറ്റ് കറികൾക്കും ഇത് കുറച്ച് അരച്ചുകൂടെ ചേർക്കുന്ന ഒരു രീതി ഉണ്ടായാൽ നല്ലതാണ്. ഉദരരോഗങ്ങൾ, നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഉദരം. ഉദരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ആ മനുഷ്യന് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉദരത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അതിലൊഴിച്ചുകൂടാനാവാത്തതാണ് ഈ കറിവേപ്പില ഇന്ന് കടകളിൽ സുലഭമായി ലഭിക്കുന്നു. പക്ഷേ അതറിയാം, അതിവിടെ നിന്നാണ് വരുന്നത് നമുക്കറിയാം. ഒരിക്കലും നമ്മുടെ കേരളത്തിൽ കറിവേപ്പ് കൃഷി വളരെ വിരളമാണ്, ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ കറിവേപ്പില വരുന്നതെല്ലാം തമിഴ്നാട് പോലെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പം നമുക്കറിയാം, അന്യ സംസ്ഥാനങ്ങളിലും വരുന്ന കറിവേപ്പില ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളിലും ഇത് ഈച്ചകളും അതുപോലെ കീടങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇവർ നിരോധിക്കപ്പെട്ട മരുന്ന് ഉൾപ്പെടെയുള്ള, അതായത് മരുന്ന് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിരോധിക്കപ്പെട്ട വിഷവസ്തുക്കൾ വരെ ഇതിൽ ചേർക്കുന്നുണ്ട്. കാരണം അത് അവരുടെ കുറ്റമല്ല, അവർക്ക് ഇത് ലാഭകരമാവണമെങ്കിൽ അങ്ങനെ ചെയ്തെങ്കിലേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു കറിവേപ്പ് വെച്ച് പിടിപ്പിച്ച് വളർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം കറിവേപ്പിലയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ നല്ല വിലയാണ്. ഒരു കിലോയ്ക്ക് 50 രൂപ മുതൽ 100 രൂപ വരെ ഇപ്പം നാടൻ കറിവേപ്പിലയ്ക്ക് വിലയുണ്ട്. നാടൻ കറിവേപ്പിലയുടെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് വെച്ചാൽ നല്ല സുഗന്ധമാണ്, മറ്റുള്ളതിനേക്കാൾ നല്ല സുഗന്ധമാണ്. അതുപോലെ തന്നെ താരതമ്യേന ചെറിയ ഇലയായിരിക്കും. നാടൻ കറിവേപ്പില 2 ഇനമുണ്ട്: സുഗന്ധം കൂടിയതും ചെറിയ ഇലയുള്ളതും, അതുപോലെ അല്പം സുഗന്ധം കുറഞ്ഞതും വലിയ ഇലയുള്ളതും. അപ്പോൾ ഇവിടെ സുഗന്ധമുള്ളതും ചെറിയ ഇലയുള്ളതുമായ കറിവേപ്പാണ് ഞാൻ പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഒരു വളം ചെയ്തപ്പോൾ തന്നെ ഇത് തഴച്ചു വളർന്ന് ഓണത്തിന് ഇഷ്ടം പോലെ കറിവേപ്പില എടുക്കത്തക്ക രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞേ ഒരു വളം കൂടെ ചെയ്യുകയാണ്. അത്ഭുത വളങ്ങളോ പണച്ചിലുള്ള വളങ്ങളോ അല്ല ഞാനിവിടെ ചേർക്കുന്നത്. അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് വെച്ചാൽ, ഈ കറിവേപ്പ് നട്ടതിൻ്റെ ചുവട് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം, അതായത് ഒന്ന് വൃത്തിയാക്കുക എന്നാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു മാസത്തിന് മുമ്പ് ഇട്ട മണ്ണും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. മണ്ണ് ചെറുതായിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്ന വളം അത് മണ്ണിൽ ലയിച്ച് ഈ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കണമെങ്കിൽ മണ്ണിളക്കം അനിവാര്യമാണ്. മണ്ണ് എന്ന് പറയുന്നത് സസ്യത്തിൻ്റെ ഉദരമാണ്. അത് നമ്മൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പം മണ്ണ് ഇളക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നതാണ് ഈ കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. കാരണം കറിവേപ്പില ഏറ്റവും പ്രധാനപ്പെട്ട വളമെന്ന് പറയുമ്പോൾ പച്ചില വളങ്ങളാണ്. പച്ചില വളമെന്ന് വെച്ചാൽ ആടിൻ്റെ കാഷ്ടം, അതുപോലെ തന്നെ ചാണകം. ഇത് രണ്ടും ലഭ്യമല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കടലപ്പിണ്ണാക്ക് ഇടാം. കടലപ്പിണ്ണാക്ക് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഉറുമ്പിൻ്റെ ശല്യം ഒഴിവാക്കാനാണ് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമ്മളിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത് സ്റ്റെറാമില്ല്. ഇത് മൂന്നും നമുക്ക് നമ്മുടെ നാട്ടിൽ സുലഭമാണ്, ഏത് കടകളിൽ നിന്ന് കിട്ടും. വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുക, ഒരിക്കലും കൂടുതൽ ഇട്ട് കൊടുക്കരുത്. കൂടുതൽ വളങ്ങൾ ഇട്ട് കൊടുത്താൽ അമിതമായി ഇതങ്ങ് തഴച്ചു വളരും. അങ്ങനെ വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാറ്റിലും മഴയിലും ഒക്കെ ഇത് ഒടിഞ്ഞു വീഴാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സ്റ്റെറാമില്ല് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി.
കുറച്ച് ഒരു 3 മാസമൊക്കെ കൂടുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വളം ഇട്ട് കൊടുത്താൽ മതി ഇനി. അപ്പം 3 മാസം കഴിഞ്ഞ് തീർച്ചയായിട്ടും അടുത്ത വളപ്രയോഗവും ഇതിൻ്റെ മാറ്റവും ഈ കറിവേപ്പിൻ്റെ മാറ്റവും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. പിന്നെ നമ്മൾ കറിവേപ്പില എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കറിവേപ്പില ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് കുറച്ച് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇതളുകളായിട്ട് എടുക്കരുത്, പകരം ഇതിങ്ങനെ ഒടിച്ചെടുക്കുക. അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ നമ്മളോട് ഒരാൾ ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ ഒടിച്ച് മാത്രമേ നമ്മൾ എടുക്കാവൂ. ഇങ്ങനെ ഒടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആ പാകം ഒടിച്ചെടുത്തതിൻ്റെ ആ പാകമുണ്ട് ഇവിടെ വീണ്ടും കിളിച്ച് ഇതുപോലെ വരും. പലരും ഇങ്ങനെ ഇതളടിച്ചെടുക്കുക, അങ്ങനെ എടുക്കരുത്, ഇങ്ങനെ ഒടിച്ചെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വീണ്ടും വീണ്ടും തളർത്ത് വരും. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ കഴിയുന്നതും നമുക്ക് കൈ എത്തുന്ന അത്ര ഉയരത്തിൽ മാത്രമേ കരിവേപ്പ് വളർത്താവൂ. പക്ഷേ ഇതിപ്പം കുറച്ചുകൂടെ വളർന്നു. ഇതിപ്പോൾ ഓണം കഴിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശിഖരങ്ങൾ ഞാൻ മുറിച്ച് കളയും. അന്നേരം ഒരു വളവും ചെയ്ത് ശിഖരങ്ങൾ മുറിക്കുന്ന വിധങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ വളം ഇട്ട് കഴിഞ്ഞു. ഇനിയും നമ്മൾ ആ ഇളക്കിയ മണ്ണുണ്ട്, ഈ ഇളക്കിയ മണ്ണ് ഒന്നുകൂടി ഈ വളത്തിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഒടുവിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കറിവേപ്പിലയുടെ ഇലയിൽ ധാരാളം കീടങ്ങൾ വന്നിരിക്കും. അതിന് നമ്മൾ ചെയ്തത്, നമ്മുടെ അടുക്കളയിൽ നിന്നും കിട്ടുന്ന വെണ്ണീർ അഥവാ ചാരം നമ്മൾ ഒന്ന് വിതറി കൊടുക്കുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം വീതം ഇതേപോലെ 1 കപ്പ് ചാരം വിതറി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. കറിവേപ്പ് തഴച്ച് വളരും, ദീർഘകാലം നമുക്ക് ആദായമെടുക്കും. കറിവേപ്പ് നമുക്ക് വസ്തുവിൽ പുരയിടത്തിൽ നടാം. ഒപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രമ്മിലോ അതല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ ഒക്കെ നട്ട് സംരക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഇത് കാണാനും കൃഷിയെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാനും അത് പങ്കുവയ്ക്കാനും ഒക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ നന്ദി, നമസ്കാരം.